അപ്പോൾ ഹായ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ വണ്ടി എടുത്ത് കൊടൈക്കനാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മുടെ റൈഡ് കൊടൈക്കനാൽ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനുണ്ട്, വിഘ്നേഷ് ബ്രോ ഉണ്ട്. വിഘ്നേഷ് എൻ്റെ കൂടെ പഠിച്ചാണ്. അതേപോലെ തന്നെ മോട്ടോ ബാറ്റ്മാൻ ഉണ്ട്, നിഖിലുണ്ട്, ഡോണുണ്ട്. അപ്പം 4 വണ്ടി 6 പേര് എല്ലാവരും കൂടെ കൊടൈക്കനാൽ. സമയം ഇപ്പോൾ ഏകദേശം 7:05 ആയിട്ടുണ്ട്. അറൗണ്ട് ഒരു 3 മണി 4 മണി സമയത്താണ് ഇറങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ അവസാനം എല്ലാം കൂടെ 7 മണിയായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ ഉറങ്ങിപ്പോയി, നല്ല ക്ഷീണമുണ്ടായിരുന്നു എല്ലാവരും. ഇപ്പം ഞാൻ കോഴിക്കോട് നിന്ന് ഓടിച്ച് കൊച്ചിയിലെത്തിയിട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ ഒന്നിച്ച് എല്ലാവരും കൂടെ പോകാൻ നോക്കുന്നത്. ബാക്കി എല്ലാവരും തിരുവല്ല അവിടെ നിന്നൊക്കെ വന്നിട്ട് ജോയിൻ ആയതാണ്. സോ ലൈറ്റായിട്ട് ഇറങ്ങിയാലും മെയിൻ ഉദ്ദേശം ചൂട് അധികം തട്ടാണ്ട് കൊടൈക്കനാൽ എത്തുക എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ റൂട്ട് ചേഞ്ച് ആയി. നമ്മൾ മൂന്നാർ വഴി പോകാണ്ടിരുന്നതാണ്. പിന്നെ അത് ചേഞ്ച് ആയിട്ട് ഇപ്പം നമ്മൾ പാലക്കാട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ പോകാൻ പോകുന്നത്. സോ എനിവേ എൻജോയ്. അപ്പോൾ നമ്മുടെ റൈഡ് ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. രാവിലെ 8:27 ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടടിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം രാവിലെ ഈ സമയത്തൊക്കെ പുറത്ത് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ആയത്. ഇതിപ്പോൾ നല്ല ചൂടാണ്. അയ്യോ ഒന്നും പറയണ്ട. നമ്മൾ കുതിരണ്ടാണല്ലോ എത്തിയിട്ടുണ്ട്. കൊച്ചിക്കായൽ ചേറ്റിയ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയ പോലും കീർക്കമാർക്ക് കിട്ടൂല. മുതല നിന്ന കുളത്തെ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. ചർച്ചയില് മണ്ണ് പെട്ടാ തുന്നി കൂട്ടാൻ പറ്റൂല. കൊച്ചിക്കായൽ ചേറ്റിയ നിന്നെ തപ്പിയ പോലും കിട്ടൂല. മഷിട്ട് നോക്കിയ പോലും കീർക്കമാർക്ക് കിട്ടൂല. മുതല നിന്ന കുളത്തെ നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. മച്ചാനെ മറക്കല്ല. അപ്പോൾ സമയം ഇപ്പോൾ 10:18. നമ്മളിപ്പോൾ പാലക്കാട് നിന്ന് പൊള്ളാച്ചി റൂട്ടിലേക്ക് വരുന്നുണ്ട്. ഏകദേശം ഇനിയിപ്പോൾ ഒരു 10 കിലോമീറ്ററും കൂടെയുള്ളൂ പൊള്ളാച്ചിക്ക്. അയ്യോ ഭയങ്കര ചൂടാണ് ഇവിടെ, ഒരു രക്ഷയില്ല. ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മാതിരി ചൂട്. അയ്യോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോടാ. നമ്മളിപ്പോൾ പളനി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പളനിക്ക് ഇനി ആകെ ഒരു 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നല്ല ഹൈവേ, കിഡിലൻ ഹൈവേ. വണ്ടീൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കി, 160 കിലോമീറ്ററിൽ പറന്നു, ഒരു രക്ഷയില്ല. അയ്യോ ഇത് ഭയങ്കര സേഫായിട്ടുള്ള റോഡാണ്. കാരണം അത്യാവശ്യം വലുപ്പമുണ്ട്, വീതിയുണ്ട്, പിന്നെ 1 വേ ആണ്. സോ ഇറ്റ് വാസ് സോ ഗുഡ് ടു ടെസ്റ്റ് ഔട്ട് ദ ടോപ്പ് സ്പീഡ് ഓഫ് ഹിമാലയൻ 450. ഒരുപാട് നേരത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മളിപ്പോൾ ഫൈനലി കൊടൈക്കനാൽ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് പളനിയിൽ നിന്ന്. അയ്യോ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇനി കുറച്ചങ്ങോട്ട് എത്തിയാൽ മാത്രമേ ഈ ചൂടിനൊരു കൊടുക്കം ഉണ്ടാവുള്ളൂ. അതുവരെ ഈ മരത്തിൻ്റെ തണൽ സഹായിക്കുമെന്ന് വിചാരിക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്കൊരു 5-6 പ്രാവശ്യം നമ്മൾ അവിടെ ഇവിടെയൊക്കെ നിർത്തി
റിഫ്രഷ്മെൻ്റൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും വീണ്ടും എടുത്തിറങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് ഒന്നാമത് നല്ല ദാഹം, രണ്ടാമത് ഈ ചൂട് മാറ്റാനുള്ള എന്തെങ്കിലും തണുത്ത് എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. ഇതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നല്ല ഹൈവേ ആയിരുന്നു. ആ ഹൈവേയിൽ മുഴുവൻ വെയിലും ഭയങ്കര പൊടി കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ വേനൽക്കാലമാണല്ലോ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഈ ഒരു റൂട്ടിൽ കയറി രണ്ട് സൈഡിലും കുറേ മരങ്ങളും കാര്യങ്ങളും തണലും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചൂടിനൊരു ആശ്വാസമുണ്ട്, വലിയ കുഴപ്പമില്ല. ഈ റൂട്ടിലൂടെയുള്ള ട്രാവലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആദ്യമായിട്ട് ഞാൻ ഇതിലൂടെ വന്നപ്പോൾ നല്ല എന്താ പറയുക, തണലും നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. ഈ മരങ്ങളൊക്കെ ആരോ വെച്ച് നട്ടുപിടിപ്പിച്ചതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ നട്ടുപിടിപ്പിച്ച ആൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ആ ചൂടുള്ള പൊള്ളാച്ചി പളനി ഹൈവേയിൽ ചൂടുള്ള സമയത്ത് വണ്ടി ഓടിച്ച് തളർന്ന് അവശരായി എത്തുന്ന ആൾക്കാർക്ക് ഇതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അയ്യോ ഫുൾ മൈൻഡ് സെറ്റ് തന്നെ മാറിപ്പോകും. അത്രയും നേരം ഉണ്ടായിരുന്ന ബോറടിച്ചിട്ടുള്ള ട്രാവലിംഗ് ഒന്നല്ല ഇത്. ഭയങ്കര അപ്പുറത്തും കുറേ തെങ്ങും തൊപ്പുകളും വയലുകളൊക്കെ ആയിട്ട് അടിപൊളി സീനറീസൊക്കെ ആയിട്ട് നൈസാണ്. ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇതിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ ഒരു റോഡത്. അങ്ങനെ ഇതാണ് കൊടൈക്കനാലിലേക്കുള്ള കവാടം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൊടൈക്കനാലിലേക്ക് സ്വാഗതം. അമ്മേ, ഈ ഗേറ്റ് നേരെ കടന്നു വരുന്നവർക്ക് കാഴ്ചയായിട്ട് ഇവിടെ ഒരു വാട്ടർഫാൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇവിടത്തേക്ക് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റത്തെ ആകർഷണം എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്ടർഫാൾ തന്നെയാണ്. അപ്പം നമ്മൾ കൊടൈക്കനാൽ ടൗണിൻ്റെ അടുത്തെത്തി. സ്ഥലത്തിൻ്റെ പേര് മൂഞ്ചിക്കൽ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിർത്തിയതാണ്. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നുമില്ല. എന്തല്ലേ പ്രത്യേകതരം പേര്, മൂഞ്ചിക്കൽ. കൊള്ളാം. അപ്പോൾ നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. കുറേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയേക്കുന്നത്. കൊടൈക്കനാലിൽ ചിന്നപ്പള്ളത്താണ് സ്റ്റേ വരുന്നത്. അപ്പോൾ ഇതായിരിക്കും വിചാരിക്കാം. കയറി ചെന്ന് നോക്കാം. അവിടെ ഇതായിരിക്കും മിക്കവാറും. നോക്കാം, കയറി പോകാം. എന്തായാലും ഇറങ്ങി നോക്കുന്നത് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിൻ്റെ പേര് വരുന്നത് പെബിൾസ് ഓഫ് ഹെവൻ എന്നാണ്. വാട്ട് എ വ്യൂ. ഇതായിരിക്കണം മിക്കവാറും. കുറേ സബർജലിയൊക്കെ കാഴ്ച എടുക്കുന്നുണ്ട്.
അഗൈൻ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, നട്ടുച്ചയായി. ഉച്ചയായിട്ട് ഇവിടെ വെയിലും പരിപാടിയൊന്നുമില്ല. കൊടൈക്കനാലിലെ കാലാവസ്ഥയാണ് ഇപ്പോൾ. ചെറുതായിട്ട് മഴയ്ക്കുള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തെ കൊടൈക്കനാൽ വിസിറ്റിന് ശേഷം ഞങ്ങൾ നൈസായിട്ട് ഇറങ്ങാൻ പോവാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കൊടൈക്കനാൽ ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വേറെ കുറേ പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊടൈക്കനാൽ വരിക, 2 ദിവസം പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ ആ പ്രോപ്പർട്ടിയിലുണ്ടായിരുന്ന കുറച്ച് ഓഫ് റോഡ് എക്സ്പ്ലോർ ചെയ്തൊന്നല്ലാണ്ട് വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് വലിയ ട്രാഫിക്കൊന്നുമില്ല. ചെറുതായിട്ടൊരു മൈൽഡ് ട്രാഫിക് മാത്രമേ ഉള്ളൂ. അത് വല്ലപ്പോഴും മാത്രം. സാധാരണ ഈ എന്താ പറയുക, വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് ഇവിടെ കൊടൈക്കനാൽ നല്ല തിരക്കായിരുന്നു. മഞ്ഞുമൽ ബോയ്സൊക്കെ ഇറങ്ങിയതുകൊണ്ട്, ഗുണ കേവ്സ് നല്ല ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. ഇപ്പോഴും സൺഡേ സാറ്റർഡേ ഒക്കെ നല്ല ബ്ലോക്ക് തന്നെയാണ്. കാരണം നമ്മൾ വന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് വളരെ കുറവാണ് അതിനെ അപേക്ഷിച്ച്. അപ്പോൾ വരുന്നവർ പരമാവധി വരികയാണെങ്കിൽ ശനിയാഴ്ച വന്നിട്ട് തിങ്കളാഴ്ച പോകുന്ന പോലെയൊക്കെ വരിക. അതായിരിക്കും ബെറ്റർ. അറ്റ്ലീസ്റ്റ് നമുക്ക് കൊടൈക്കനാലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 2 ദിവസം വേണം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എല്ലാവരും ലീവൊക്കെ സെറ്റാക്കിയിട്ട് വരിക. നമ്മൾ ഇന്നും കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ഡോണിന് ലീവ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും കൂടെ നിന്നിട്ട് ക്ലാവരയും കൂടെ പോകാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ നടത്തണം. ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് കുറഞ്ഞതൊരു റെസ്റ്റ് എടുക്കാനെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്രാവൽ. അല്ലെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ ട്രാവലിങ്ങിലേക്ക് വരിക അല്ലേ. പല വീഡിയോസും പല ഫോട്ടോസൊക്കെ കണ്ട് കൊതിയായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ എല്ലാവരും ഓരോ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് അവരവരുടെ ഓരോ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഏതാണെന്ന് ട്രാവൽ ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക, ചുമ്മാ എടുത്ത് ചാടുക. ട്രാവൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറേ കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ പോകും, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ തട്ടിപ്പോവും. അപ്പോൾ തട്ടിപ്പോകാൻ നേരത്ത് മരണക്കിടക്കയിലിരുന്നിട്ട് അയ്യോ എനിക്ക് കുറേ ട്രാവൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് പോകണം. കാരണം അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ട്രാവൽ. യാത്രകൾ എത്ര ചെയ്യുന്നോ അത്രത്തോളം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ അനുഭവങ്ങൾ നിങ്ങളുടെ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് പല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് അപ് ടു യു. അതായത് ജസ്റ്റ് പോവുക, എങ്ങോട്ടാണ് എന്താണെന്നൊന്നും ഇല്ലാണ്ട് പോവുക. അല്ലെങ്കിൽ ഒരു സ്ഥലത്താണെങ്കിൽ ഒരു സ്ഥലത്ത് പ്ലാൻ ചെയ്തങ്ങ് ഇറങ്ങുക. എന്താ നഷ്ടം? ഒന്നും നഷ്ടമില്ല. കുറച്ച് പൈസ ഇന്ന് വരും, നാളെ പോട്ടെ. പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഇപ്പോഴും പൈസ ഒന്നും ഇല്ലാണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. ഒരൊറ്റ പൈസ കയ്യിലില്ലാണ്ട് ഇന്ത്യ നിറച്ചും ട്രാവൽ ചെയ്ത, അല്ലെങ്കിൽ ലോകം നിറച്ചും ട്രാവൽ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളതിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് പോവുക. എന്ത് പൈസ, ഏത് പൈസ, പോട്ടെ പുള്ളി. La 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 la. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ ചുരത്തിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. കൊടൈക്കനാൽ വരുന്നവർക്ക് ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ചുരം കയറി ഇറങ്ങുക എന്നുള്ളതാണ്.
ചുരം കയറി ഇറങ്ങലല്ല, ചുരം കയറൽ അല്ലെങ്കിൽ ഇറങ്ങുക, ഇത് രണ്ടും നല്ല ടാസ്ക്കാണ്. കാരണം നമ്മൾ ഒരു പരിധി വിട്ട് സ്പീഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചൂടായിട്ട് വണ്ടിക്ക് ബ്രേക്ക് കിട്ടാണ്ട് എവിടെയെങ്കിലും കൊണ്ടിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെല്ലെ പോകണം, ശ്രദ്ധിച്ചിട്ടൊക്കെ. ഇപ്പം നമ്മൾ പോകുന്ന ഈ സ്പീഡിലല്ല, അതിലും കുറഞ്ഞ സ്പീഡിൽ. പിന്നെ കയറി വരുന്ന സമയത്താണെങ്കിൽ നല്ല വളവുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എതിരെ വരുന്ന വണ്ടി അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ലോറി ഇതിനൊന്നും കാണാൻ പറ്റിയെന്ന് പോലും വരില്ല. ഈ രണ്ട് ടാസ്കിൽ നിന്നും നിങ്ങൾ സേഫായിട്ട് ജേണി എൻഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. കാരണം ഇത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ചുരമാണ്. കാരണം വെച്ചാൽ അവിടെ ഇവിടെയും ബാരിക്കേഡുകളുണ്ട്, അവിടെ ഇവിടെയും എല്ലായിടത്തും ഇല്ല. ഇതുകൊണ്ടല്ലേ ഒരു ലോറിയോ അല്ലെങ്കിൽ ഒരു കാറോ താഴോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ ബാരിക്കേഡ് ഇല്ലാത്ത അവസ്ഥകളാണെങ്കിൽ ഉറപ്പായിട്ടും താഴോട്ട് പോകും. സോ എല്ലാവരും കൊടൈക്കനാൽ വരുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും ഒക്കെ വരിക, അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. കൊടൈക്കനാൽ പോയപ്പോൾ ഫുള്ള് നീലപ്പൂക്കളായിരുന്നു, ഇവിടെ മൊത്തം ചുവപ്പ് പൂക്കളാണ്. കുറേ തണൽമരം ഇങ്ങനെ വളർന്ന് പന്തലിച്ചെടുക്കുന്നുണ്ട്, അതിപ്പോൾ പൂത്തും കിടക്കുന്നുണ്ട്. ആഹാ, എന്നാ ഒരു രസമാണെന്നറിയോ. നമ്മളെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ മുടിഞ്ഞ ചൂടാണ്, നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഈ തണൽ മരങ്ങളും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒക്കെ കൂടെ പുഴുങ്ങി കൈ കിട്ടിയത്. അയ്യോ, ചൂട് കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ നല്ല കാറ്റടിക്കത്തില്ലേ. കാറ്റടിക്കുന്ന വെച്ചാൽ ആ ഒരു ആംബിയൻസ് ഉണ്ട് അവിടെ, ആ ആംബിയൻസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മോ, പറഞ്ഞിട്ട് കാര്യമില്ല. കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കാറ്റാടി യന്ത്രങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. And look at the sky. കൊള്ളാം. നമ്മളിപ്പോൾ തിരിച്ച് പൊള്ളാച്ചി എത്താനായി. അപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പം വെയിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് നല്ല വെയിലായിരിക്കും, ചൂടായിരിക്കും. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് വെയിലില്ല, കുറച്ച് മേഘം മൂടിയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് വെയിലില്ല, വെയിലിങ്ങനെ ഒരു ഷെയ്ഡ് അടിച്ച് നിൽക്കാം മേഘങ്ങളുടെ ഇടയിൽ കുടുങ്ങിയിട്ട്. അതുകൊണ്ട് ചൂടിന് ലേശം കുറവുണ്ട്. കോഴിക്കോട് ഓക്കെ ഗായ്സ് ബോബ് എടാ പുണ്ടവിടെ. അപ്പോൾ നമ്മുടെ ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് വഴി കോഴിക്കോടേക്ക് തെറിക്കാനുള്ള പരിപാടിയിലാണ്. അവരെല്ലാവരും കൂടെ കൊച്ചിയിലേക്ക് ആയതുകൊണ്ട് ഞാനും കൊച്ചി പോയി കഴിഞ്ഞാൽ തിരിച്ചെത്താൻ ഒരു ദിവസം ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നില്ല തീരുമാനിച്ചു. നമ്മൾ നേരെ കോഴിക്കോട്. ചെറുതായിട്ട് മഴ അടിക്കുന്നുണ്ട്, സീൻ എന്തൊക്കെയോ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊള്ളാച്ചി വെച്ചിട്ട് കുറച്ച് മഴ കിട്ടി, കുറച്ചല്ല നല്ല ഹെവി ആയിട്ട് പെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം ആദ്യത്തെ മഴ, ഐ മീൻ ഒരു റൈഡ് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നത് ആദ്യമായിട്ടാണ്. വീട്ടിലിരിക്കുമ്പോഴൊക്കെ മഴ പെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് റെയിൻ റൈഡ്.